നമുക്ക് ചായ കുടിക്കാൻ കടലിനടിയിലേക്ക് പോയാലോ? ഒരു ചായക്ക് വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കാനും മടിയില്ലാത്ത ആളുകളാണ് മലയാളികൾ. പക്ഷെ ഇതൊന്നും നോർവേയിലെ ലിൻഡസ്നേസ് വരെ പോകണമെന്നുള്ളൂ. അവിടെ ദ അണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. 5.5 മീറ്റർ കടലിന്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിന്റെ ഫ്രണ്ടിൽ ഒരു പനോരമിക് ഗ്ലാസ് ഉണ്ട്. നമുക്ക് ശരിക്ക് ഒരു കടലിന്റെ അടിയിലുള്ള ഒരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് അവിടെ അവർ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു അണ്ടർ വാട്ടർ സ്ട്രക്ചർ ഉണ്ടാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമുക്കൊക്കെ അറിയാം. ഒന്ന് അതിന്റെ ലീക്കേജിന്റെ ഇഷ്യൂ വരും, പിന്നെ വാട്ടർ പ്രഷർ, ഇതൊക്കെ വരുമ്പോഴും ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഷോറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു ചെരിഞ്ഞ പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് പ്രീകാസ്റ്റ് സ്ട്രക്ചർ ഒറ്റ ടൈപ്പ് കോൺക്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മോണോലിത്തിക് കോൺക്രീറ്റ് എന്ന് പറയും. 5-6 പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്യാണ്ട് ഒറ്റയടിക്ക് കോൺക്രീറ്റ് ചെയ്തെടുക്കുക. അതെന്താ വെച്ചാൽ വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടിയിട്ടാണ്. കൂടാണ്ട് ഇതിന്റെ വാൾസ് ഒക്കെ ഒരു 1 മീറ്റർ തിക്നെസ് ഉണ്ട് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അതൊരു വലിയൊരു ക്രെയിനിൽ, ബാർച്ച് പോലത്തെ ക്രെയിനിൽ കൊണ്ടുപോയിട്ട് ഇത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഫേസ് ഇതിന്റെ ഔട്ട് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പോയി കാണും. താഴോട്ട് പോയത് ഈ വെള്ളത്തിന്റെ പ്രഷറിൽ മാറാതിരിക്കാൻ അടിയിൽ ബേസ് പ്ലേറ്റും കാര്യങ്ങളും കോൺക്രീറ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ആങ്കർ ബോൾട്ട് വെച്ച് ഫിക്സ് ചെയ്തിരിക്കണം. ഇത് വളരെ ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു റിസ്കി ടാസ്ക് ആയിരുന്നു. ഇതുപോലുള്ള ഡിഫറെന്റ് എക്സ്പീരിയൻസ് തേടിയുള്ള യാത്രയിൽ ഇത് മാത്രമല്ല ഡെസ്റ്റിനേഷൻസ്. നോർവേയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മാൽദീവ്സിലെ ഇതാ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് മാർവൽസ് നമുക്ക് ചുറ്റും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നുണ്ട്.